ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. കറി പോലും വേണ്ടിട്ടോ, നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ അപ്പം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് അരിയും 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ഒരു 7 മണിക്കൂറോളം ഒന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അരി ഉലുവയൊക്കെ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിലുള്ള വെള്ളമൊക്കെ ഞാൻ നന്നായിട്ട് ഊറ്റിക്കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടെടുക്കാം. ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ഇഡ്ഡലി മാവിൻ്റെ ഒക്കെ പരുവത്തിലായിരിക്കണം കേട്ടോ. അതിൻ്റെ മാവ് അത്ര ടൈറ്റ് ആയിരിക്കണം. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ 1 കപ്പ് ചോറും കൂടെ ഇട്ട് കൊടുക്കാം. അരി എടുത്ത അതേ കപ്പിന് തന്നെ 1 കപ്പ് ചോറാട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ചിരകിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂണ് ഈസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം. അരിയും അതുപോലെ തന്നെ തേങ്ങയും ചോറും ഒക്കെ മൂന്നും ഒരേ കപ്പിന് തന്നെ 1 കപ്പാണ് കേട്ടോ വേണ്ടത്. ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ചെടുക്കാം. ഇത് മൂന്നും അരഞ്ഞെടുക്കാൻ മാത്രമുള്ള വെള്ളം ഇതിലോട്ട് ഒഴിച്ചെടുക്കാം കേട്ടോ. കുറച്ച് ഒഴിച്ചെടുത്താൽ മതി, വെള്ളം ഏറരുത്. എന്നിട്ടിത് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ നമുക്ക് അതിലോട്ട് ഒഴിച്ചെടുക്കാം. ഇനി നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു ഏകദേശം 7 മണിക്കൂറോളം സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഞാൻ രാത്രിയാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ കണ്ട മാവൊക്കെ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. പാത്രമൊക്കെ കവിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ. പാത്രം കവിഞ്ഞൊഴുകിയതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു പാത്രത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് അരമണിക്കൂർ സമയം ഒന്ന് മൂടി വെക്കാം. അപ്പോൾ ഒന്നുകൂടി ഒന്ന് മാവ് പൊങ്ങി വരും കേട്ടോ. അല്ലെങ്കിൽ 15 മിനിറ്റേലും വെക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഏകദേശം അരമണിക്കൂറോളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മാവ് നന്നായിട്ട് തന്നെ ഒന്നും കൂടി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് 1 ടീസ്പൂണ് ഉഴുന്നിട്ട് കൊടുക്കാം. ഉഴുന്നൊന്ന് ബ്രൗൺ കളറായി വന്നാൽ ഇതിലോട്ട് 1/2 ടീസ്പൂണ് കടുകും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി 1 കഷ്ണം സവാള കട്ട് ചെയ്തതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ഇഞ്ചി കഷ്ണം ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. 1 പച്ചമുളകും കട്ട് ചെയ്തിട്ട് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വാടി വരട്ടെ. 1 തണ്ട് മല്ലിയിലും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മാവിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അപ്പോൾ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തവി മാവ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം.
ഏകദേശം ഒരു 3/4 വേവാകുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ടെടുക്കാം. ഒരു ഭാഗം വേവായിട്ടുണ്ട്. നമുക്ക് ഈ ഭാഗം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗത്തു കൂടി നമുക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വേണമെന്നൊന്നുമില്ല, നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ ഒന്നും കൂടെ ഒന്ന് അപ്പൊന്ന് പൊങ്ങി വരും. അപ്പോൾ പുതിയ കൂട്ടുകാർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അത് 2 ഭാഗം വേവായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ചട്ടിയിൽ നിന്ന് മാറ്റാം. അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെണ്ണപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ ചുട്ടെടുക്കാം. എപ്പോഴും നമ്മൾ ദോശയും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയൊക്കെ കിട്ടും. നല്ല അടിപൊളിയാണ്. വേണമെന്നുണ്ടെങ്കിൽ കറി മതി, അല്ലാതെ ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ പുതിയ വിഭവമായി വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.